അയൽ രാജ്യങ്ങൾക്കു നേരെ ഇറാൻ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടർന്നാൽ ശക്തമായ സൈനിക തിരിച്ചടി നൽകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് തങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. സൗദിയുടെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. സൈനിക നടപടി ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ തങ്ങളുടെ മുന്നിലുണ്ട് എന്നാണ് വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ വ്യക്തമാക്കിയത്. റിയാദിൽ നടന്ന അറബിക് ഇസ്ലാമിക് വിദേശകാര്യ മന്ത്രിമാരുടെ അടിയന്തര യോഗത്തിനു ശേഷമാണ് അദ്ദേഹം തന്റെ പ്രതികരണം നടത്തിയത്. തങ്ങൾ കാണിക്കുന്ന ക്ഷമ പരിധികളില്ലാത്തതാണ്. അതൊരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ ആകാം. പക്ഷേ അടിയന്തര സാഹചര്യത്തിൽ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി വന്നാൽ ആവശ്യമായ സൈനിക നടപടി സ്വീകരിക്കാൻ സൗദിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ 2023 പുനഃസ്ഥാപിച്ച നയതന്ത്ര ബന്ധത്തിലൂടെയുണ്ടായ ചെറിയ വിശ്വാസം പോലും ഇറാന്റെ നിലപാടുകളിലൂടെ പൂർണ്ണമായും തകർന്നു. ആക്രമണം തുടർന്നാൽ ബന്ധം വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം തകരുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. ഫെബ്രുവരി 28 മുതൽ സൗദി, UAE, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തുടർച്ചയായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം റിയാദിനെ ലക്ഷ്യമിട്ടെത്തിയ 4 ബാലിസ്റ്റിക് മിസൈലുകളും സൗദി വ്യോമസേന തകർത്തെറിഞ്ഞിരുന്നു. ഇതിന്റെ അവശിഷ്ടങ്ങൾ നഗരത്തിന് തെക്കുള്ള റിഫൈനറിക്ക് സമീപമാണ് പതിച്ചതും. ആക്രമണത്തെ തുടർന്ന് തലസ്ഥാന നഗരിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. സംഘർഷം തുടങ്ങിയതു മുതൽ ഇതുവരെ 457 ഡ്രോണുകളും 40 ബാലിസ്റ്റിക് മിസൈലുകളും 7 ക്രൂയിസ് മിസൈലുകളും സൗദി പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തെറിഞ്ഞു. ലെബനോനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ 968 പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെടുകയും ചെയ്തു. ഹിസ്ബുള്ളയെ ഇറാൻ പിന്തുണയ്ക്കുന്നതായും പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് എന്നാണ് സൗദി വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ സമാധാനമാണ് സൗദി ആഗ്രഹിക്കുന്നതെങ്കിലും ആക്രമണങ്ങൾ തുടരുന്നത് നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ അടയ്ക്കാൻ കാരണമാകുമെന്നും വിദേശകാര്യമന്ത്രി താക്കീത് നൽകുന്നുണ്ട്. എണ്ണ ഉൽപാദനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്നാണ് സൗദി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യയിലെ വമ്പൻ എണ്ണ ശുദ്ധീകരണശാലയായ റാസ് തനൂറിലേക്ക് നേരത്തെ അതായത് കഴിഞ്ഞ ആഴ്ച ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇവ തകർത്തെങ്കിലും അവശിഷ്ടങ്ങൾ പതിച്ചത് തീപിടുത്തമുണ്ടായി. പിന്നെ അത് തീ അണയ്ക്കുകയും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നായിരുന്നു അരാംകോയുടെ ഉടമസ്ഥതയിലുള്ള ഇത്. ആക്രമണത്തെ തുടർന്ന് ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം താൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു. ദിവസവും 55,000 വീപ്പ എണ്ണയാണ് ഇവിടെ ശുദ്ധീകരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ പോർട്ടുകൾ ഒന്നും ഇവിടെയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യം കൂടിയാണ് സൗദി. ഗൾഫിന്റെ കിഴക്കേ തീരത്താണ് അവരുടെ ഭൂരിഭാഗം എണ്ണപ്പാടങ്ങളും അടിസ്ഥാന സൗകര്യമുള്ളത്. നേരത്തെ എതിർവശത്താണ് ഇറാനും. അതിനിടെ തലസ്ഥാനമായ റിയാദിലെ വ്യോമതാവളത്തെ ലക്ഷ്യമാക്കി വെച്ചെത്തിയ ഡ്രോൺ സൗദി നിർവീര്യമാക്കിയതും. എന്തായാലും US സൈനികരുമായുള്ള ഈ താവളത്തെ തുടർച്ചയായ 3-ാം ദിനവും ഇറാൻ ലക്ഷ്യമിട്ടത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇനി ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന നയം തന്നെയാണ് സൗദി വ്യക്തമാക്കിയിരിക്കുന്നത്.